ഉയിർപ്പ് കാലം 4-ാം ഞായർ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 16 മുതൽ 24 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. ദുഃഖം സന്തോഷമായി മാറും. ഉയിർപ്പ് കാലത്തിന്റെ സന്തോഷത്തിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടു പോകുന്ന ഒരു സുവിശേഷ ഭാഗമാണ് നാം ഇന്ന് വായിച്ചു ധ്യാനിക്കുന്നത്. 3 പീഡാനുഭവ പ്രവചനങ്ങൾ നടത്തുമ്പോഴും യേശു പറയുന്നുണ്ട്, 3-ാം നാൾ ഉയർക്കുമെന്ന്. പ്രവചനപ്രകാരമുള്ള യേശുവിന്റെ കുരിശുമരണം യാഥാർത്ഥ്യമായപ്പോൾ അവന്റെ ശിഷ്യന്മാർ നിരാശരായി, ദുഃഖിച്ചു, ഭയന്നൊളിച്ചു. എന്നാൽ മരിച്ചവരിൽ നിന്ന് അവൻ ഉത്ഥാനം ചെയ്തു എന്ന വാർത്ത ആദ്യമൊക്കെ അവിശ്വസനീയമായിരുന്നുവെങ്കിലും പിന്നീട് ആ വാർത്ത സത്യമാണെന്ന തിരിച്ചറിവുണ്ടായ നിമിഷത്തിൽ അവരുടെ ദുഃഖം സന്തോഷമായി, അവരുടെ നിരാശ പ്രതീക്ഷയായി, അവരുടെ ഭയം ധൈര്യമായി. ഇക്കാര്യങ്ങൾ മുൻകൂട്ടി പ്രവചിക്കുന്ന ഒരു സുവിശേഷ ഭാഗമാണ് നാം ഇന്ന് ധ്യാനിക്കുന്നത്. യേശു ഇത് പറയുമ്പോൾ അതിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്നോ അർത്ഥമെന്തെന്നോ ശിഷ്യർക്കറിയില്ലായിരുന്നു. അതുകൊണ്ടാണ് അവർ പരസ്പരം ചോദിക്കുന്നത്, അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുകയില്ല, വീണ്ടും അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണും എന്ന് അവൻ പറയുന്നതിന്റെ അർത്ഥം എന്താണ്? അവൻ പറയുന്നത് എന്താണെന്ന് നമുക്കറിഞ്ഞുകൂടാ. ആസന്നമായ മരണത്തിലൂടെയുള്ള തന്റെ വേർപാട് താൽക്കാലികമാണെന്നും ഉത്ഥാനത്തിലൂടെയുള്ള തന്റെ തിരിച്ചുവരവ് നിത്യമാണെന്നുമുള്ള ഉറപ്പായ വാക്കുകൾ കൊണ്ട് യേശു അവരെ ധൈര്യപ്പെടുത്തുന്നു. തന്റെ ജീവിതത്തിൽ അരങ്ങേറുന്ന ഈ സംഭവങ്ങളിലൂടെ ലോകത്തിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങളാണ് ഇന്നത്തെ ചിന്താവിഷയം. തന്നെ സ്നേഹിക്കുന്ന ശിഷ്യർ അടക്കമുള്ള വ്യക്തികളിൽ അവന്റെ വിയോഗം വലിയ ദുഃഖമുളവാക്കും. എന്നാൽ അവനെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്ത ലോകത്തിനു അത് വലിയ സന്തോഷമുളവാക്കും. പക്ഷേ അവരുടെ വിജയവും സന്തോഷവും വെറും 3 നാൾ മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു താൽക്കാലിക വിജയമായിരുന്നു എന്ന പോലെ ശിഷ്യരുടെ പരാജയവും ദുഃഖവും മാറി മറിഞ്ഞ് സന്തോഷമായി മാറും. കർത്താവിനെ കണ്ട് ശിഷ്യന്മാർ ഏറെ സന്തോഷിച്ചു എന്നാണല്ലോ എഴുതപ്പെട്ടിരിക്കുന്നത്. ശിഷ്യരുടെ ഈ വേദനയെയും സന്തോഷത്തെയും ഒരു സ്ത്രീയുടെ പ്രസവ വേദനയുമായിട്ടാണ് യേശു താരതമ്യപ്പെടുത്തുന്നത്. ഒരു കുഞ്ഞിന്റെ ജനനം ഒരു സ്ത്രീയിൽ ഉണ്ടാക്കുന്ന സന്തോഷം ലോകത്തിലേക്ക് ഒരു പുതിയ ജീവൻ പ്രദാനം ചെയ്താലാണെങ്കിൽ, തന്നിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവൻ നൽകുന്ന സന്തോഷമാണ് ഉയർപ്പിലൂടെ യേശു പ്രദാനം ചെയ്യുന്നത്. അത് ഈ ലോകം നൽകുന്ന സന്തോഷം പോലെയല്ല, സ്വർഗീയമായ സന്തോഷമായിരിക്കും. ലോകം തരുന്ന സന്തോഷം ശാരീരികമാണെങ്കിൽ, സ്വർഗം ആത്മസന്തോഷമാണ് തരുന്നത്. അത് നമ്മിൽ നിന്നും എടുത്തു മാറ്റാൻ ആർക്കും സാധ്യമല്ല. അത് നിലനിൽക്കുന്നതും നിത്യവുമാണ്. വീണ്ടും വരും എന്ന മിശിഹായുടെ വാഗ്ദാനം മഹത്വത്തോടു കൂടിയുള്ള തന്റെ 2-ാം വരവിനെയാണ് യഥാർത്ഥത്തിൽ സൂചിപ്പിക്കുന്നത്. എന്നാൽ ഈ 2-ാം വരവ് ആദ്യം യാഥാർത്ഥ്യമാകുന്നത് യേശുവിന്റെ ഉയിർപ്പിലാണ്. യേശുവിന് ശാരീരിക ജന്മം നൽകുമ്പോൾ മറിയം അനുഭവിച്ചിരിക്കാവുന്ന പ്രസവ വേദനയേക്കാൾ കാൽവരിയിൽ സഹരക്ഷകയായി നിന്ന് മിശിഹായെ പ്രസവിക്കുമ്പോൾ അവൾ കൂടുതൽ തീവ്രമായ വേദന അനുഭവിച്ചു. കാൽവരിയിലെ വേദനയിലാണ് അവൾ മനുഷ്യവംശത്തിന്റെ മുഴുവൻ അമ്മയായത്. വെളിപാട് പുസ്തകത്തിലെ ഗർഭിണിയായ സ്ത്രീ ഒരേ സമയം പരിശുദ്ധ കന്യാമറിയത്തെയും സഭയെയും പ്രതിനിധാനം ചെയ്യുന്നു. ഈശോ മരണപ്പെട്ടപ്പോൾ ശിഷ്യർ അനുഭവിച്ച വേദന അവന്റെ ഉത്ഥാനത്തോടെ സന്തോഷമായി മാറിയെങ്കിൽ, ആ വേദനയും ഒരു പ്രസവ വേദനയ്ക്ക് തുല്യമായത് തന്നെയായിരുന്നു. സഹനത്തെയും വേദനയെയും മിശിഹായുടെ വേദനയോട് നാം ചേർത്ത് വയ്ക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന സന്തോഷവും ഒരു പുതിയ ജന്മത്തിന്റെ ആശ്വാസം തന്നെയാണ്. വിശുദ്ധ പൗലോസ് മുതൽ സഭയിൽ ഇന്നോളം സഹനത്തെയും പീഡനങ്ങളെയും യേശുവിന്റെ സഹനത്തോട് ചേർത്ത് വെച്ച ഓരോ വിശുദ്ധാത്മാക്കളും രക്തസാക്ഷികളും അനുഭവിച്ചത് ഈ സന്തോഷം തന്നെയാണ്. ഈ സന്തോഷം സഭയിൽ ആദ്യമായി യാഥാർത്ഥ്യമായത് പന്തക്കോസ്ത ദിനത്തിലാണ്. അന്ന് പരിശുദ്ധാത്മാവിന്റെ ആഗമനത്തിലൂടെ അവരെല്ലാവരും വീണ്ടും ജനിച്ചവരായി തീർന്നു. മാമോദീസായിലൂടെ നമ്മളിലൊക്കെ ഒരു 2-ാം ജന്മം സംഭവിക്കുന്നു. ഓരോ കൂദാശയിലും, പ്രത്യേകിച്ച് വിശുദ്ധ കുർബാനയിലും ഈ 2-ാം ജന്മം സാധ്യതമാകണം. അപ്പോൾ നാം സന്തോഷത്തിന്റെ അപ്പസ്തോലന്മാരായി മാറും. കാലം ചെയ്ത ഫ്രാൻസിസ് പാപ്പയുടെ ചാക്രിക ലേഖനം സുവിശേഷത്തിന്റെ സന്തോഷം മുഖത്തും ഹൃദയത്തിലും അനുഭവിക്കുന്നവരായി നാം മാറും. സന്തോഷത്തിന്റെ അടുത്ത മാനമായി ഇന്ന് നാം വായിക്കുന്നത് ഈശോയുടെ നാമത്തിലുള്ള പ്രാർത്ഥനയാണ്. നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതെന്തും അവിടുന്ന് നിങ്ങൾക്ക് നൽകും. ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും. അതുമൂലം നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാവുകയും ചെയ്യും. പിതാവിനോട് നമ്മുടെ പ്രാർത്ഥന.
പുത്രനായ മിശിഹായുടെ പിതൃത്വത്തിൽ പങ്കുചേർന്ന് പുത്രനോടൊപ്പം പ്രാർത്ഥിക്കുവാൻ നമ്മെ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ടാണ് പുത്രസ്വീകാരത്തിന്റെ ആത്മാവ് എന്ന് പൗലോസ് ലീഹ പരിശുദ്ധാത്മാവിനെ വിശേഷിപ്പിക്കുന്നത്. ഇതുവരെ നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നും തന്നെ ചോദിച്ചിട്ടില്ല. ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നവരിൽ പിതാവ് തന്റെ പുത്രനെ തന്നെ കാണുന്നു. അപ്പോഴാണ് പ്രാർത്ഥന ഫലവത്താകുന്നത്. ലൗകിക വിഷയങ്ങളല്ലാതെ മറ്റൊന്നും നാം പലപ്പോഴും പ്രാർത്ഥിക്കാറില്ല. പ്രാർത്ഥന യഥാവിധി ആകണമെങ്കിൽ പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നതിന് വേണ്ടി നാം പ്രാർത്ഥിക്കണം. അതാണ് സത്യമായതും യോഗ്യവുമായ പ്രാർത്ഥന. യേശു വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവിനെ ലഭിക്കുമ്പോഴാണ് നമ്മെ വിളിച്ച ആദ്യ വിശുദ്ധിയിലേക്ക് വളരാൻ നമുക്ക് കഴിയുക.